സ്നേഹമുള്ള സ്റ്റേൺസ്റ്റാട്ട് മാതാവിൻ്റെ മക്കളെ, ഈ വരുന്ന സ്നേഹ ഉടമ്പടി ദിനത്തിന് നമ്മൾ കപ്പേളയിലേക്ക് വരുമ്പോൾ അതിനു മുന്നേ നമുക്ക് മാതാവുമായി നമ്മുടെ അമ്മയായ പ്രസാദരനാഥയോട് കുറച്ചു നേരം ഒപ്പമിരുന്ന് ധ്യാനിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് അന്ന് വരാൻ പറ്റുന്നവരും പറ്റാത്തവരുമായിക്കോട്ടെ, നിങ്ങളിത് ഒരു 5 മിനിറ്റ് എടുത്ത് ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം നിങ്ങൾക്കുണ്ടായ അനുഭവം നമുക്ക് ആ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക, എന്താണ് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത്. ഇത് കൂടെ നമുക്ക് മറ്റുള്ള ദിവസങ്ങളിലും നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ഒറ്റയ്ക്കായിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് ആദ്യം തന്നെ ഈ ധ്യാനം നമുക്ക് അഭ്യസിക്കാം. സ്നേഹ ഉടമ്പടി ദിനം അമ്മയുമായുള്ള സ്നേഹത്തിൻ്റെ സംസാരമാണ്. നമുക്കിപ്പോൾ അമ്മയായ പ്രസാദരനാഥയോട് സ്നേഹ ഉടമ്പടി ധ്യാനിക്കാൻ ക്ഷണിക്കാം. നമുക്ക് ശാന്തമായിരിക്കാം. കണ്ണുകൾ സാവധാനത്തിൽ അടയ്ക്കുക. ഒരു ആഴത്തിൽ ശ്വാസം എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. ഇപ്പോൾ നമ്മൾ സ്റ്റേൺസ്റ്റാട്ട് കപ്പേളയിൽ അമ്മയുടെ അടുത്ത് ഇരിക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കുക. അമ്മ നമ്മളെ നോക്കുന്നുണ്ട്, വളരെ സ്നേഹത്തോടെ നോക്കി പുഞ്ചിരിക്കുന്നു. അതെ, എന്നെ തന്നെയാണ് അമ്മ നോക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അമ്മയോട് നമുക്ക് പറയാം, അമ്മേ, ഇന്ന് സ്നേഹ ഉടമ്പടി ദിനമാണ്. ഞങ്ങൾ അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതം പ്രാർത്ഥനകളും ത്യാഗങ്ങളും സ്നേഹപ്രവൃത്തികളും ഈ മാസക്കാലം ഉണ്ടായ എല്ലാ കാര്യങ്ങളും നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മയാണ് നമ്മെ ഈശോയിലേക്ക് നയിക്കുന്നത്, നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നതും. നമുക്ക് മനസ്സിൽ പതുക്കെ പറയാം, പ്രസാദവരനാഥേ, എൻ്റെ ജീവിതം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചെറിയ ത്യാഗങ്ങളും സ്നേഹപ്രവൃത്തികളും പ്രാർത്ഥനകളും എല്ലാം അവിടെ ഇരിക്കുന്ന ക്യാപിറ്റൽ ഓഫ് ഗ്രേസിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ, ഇവിടെ ആയിരിക്കുമ്പോൾ, എൻ്റെ സന്തോഷങ്ങളും എൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഞാൻ ജോലിയിലായിരിക്കുന്ന ഏതെല്ലാം മേഖലയിലാണോ എല്ലാം അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. നമുക്ക് മനസ്സിൽ പറയാം, പ്രസാദവരനാഥേ, ഇത് എല്ലാം നിനക്കായാണ് ഞാൻ സമർപ്പിക്കുന്നത്. പ്രസാദവരനാഥ നമ്മെ ക്രിസ്തുവിലേക്കുള്ള, ഈശോയിലേക്കുള്ള വഴിയിൽ നയിക്കുകയാണ്. അമ്മ നമ്മുടെ ഹൃദയം വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, സേവനത്തിൽ വളരാൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് അമ്മയോട് മനസ്സിൽ ചോദിക്കാം, അമ്മേ പ്രസാദവരനാഥേ, ഞാൻ എങ്ങനെ ഈശോയോട് കൂടുതൽ അടുത്താകാം? നമ്മൾ സ്വസ്ഥമായിരിക്കുമ്പോൾ അമ്മ നമ്മുടെ ചെവിയിൽ ആ മാർഗനിർദ്ദേശം പറയും. നമുക്ക് അതിനായിട്ട് കാതോർക്കാം. നമുക്കൊരു നിമിഷം അമ്മയുടെ സ്വരത്തിനായിട്ട് കാതോർത്തിരിക്കാം. നമുക്ക് പ്രസാദര അമ്മയോട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സ്റ്റേൺസ്റ്റാട്ടിൻ്റെ രാജ്ഞി പ്രസാദവരനാഥേ, നിനക്കൊപ്പം ഈ സ്നേഹ ഉടമ്പടിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ.
എൻ്റെ ജീവിതം ഈശോയ്ക്ക് ഇഷ്ടത്തിനായി രൂപപ്പെടുത്തണമേ. എൻ്റെ ചെറിയ ത്യാഗങ്ങളും സ്നേഹപ്രവൃത്തികളും അമ്മയുടെ കൃപയുടെ നിധിയായി സ്വീകരിക്കണമേ. നമുക്ക് ഈ ഒരു മാസക്കാലം അനുദിന സമർപ്പണം ചൊല്ലിയതിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കാം. മാതാവേ, ഈ സ്നേഹ ഉടമ്പടിക്കായി ഞാൻ നന്ദി പറയുന്നു. നമുക്ക് പതുക്കെ നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. പതുക്കെ ശ്വാസമെടുക്കാം. ഓരോ ശ്വാസത്തിലൂടെയും മനസ്സും ശരീരവും ശാന്തമാക്കാം. നമുക്ക് നമ്മുടെ അനുദിന സമർപ്പണ ജപം ചൊല്ലി അമ്മ മാതാവിനെ കാഴ്ചവയ്ക്കാം. എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ, അങ്ങയുടെ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, എൻ്റെ നാവ്, എൻ്റെ ഹൃദയം, എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ. ആമേൻ. താങ്ക് യു ഓൾ. താങ്ക് യു.